യാത്രയിൽ പോകണതാണ്, വേറെ എവിടെ അല്ല, എൻ്റെ സ്വന്തം നാട്ടിൽ കൊടുങ്ങല്ലൂർ എവിടെയെന്നുള്ള അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. വൈഫുണ്ട്, പെങ്ങളുണ്ട്, മോള് എവിടെ ഇരിക്കുന്നുണ്ട്. 30 വർഷം മുമ്പ് ഈ അമ്പലം ഇങ്ങനെ അല്ല, ഫ്രഷാണ് ഇപ്പം. ഇതിന് മുമ്പൊക്കെ നമ്മൾ എപ്പോഴും ഉത്സവത്തിന് വന്നുകൊണ്ടിരുന്ന ഒരു അമ്പലമാണ് ഈ കാണുന്ന അമ്പലം. ഈ ചെറിയൊരു പഴനിയാണ് കേട്ടോ ഈ അമ്പലം. ഇന്നിവിടെ കുറേ നാടകം, അന്നൊക്കെ ഗാനമേള നാടകമൊക്കെ ആയിരുന്നു, അതൊക്കെ കാണാൻ വേണ്ടി വരുമായിരുന്നു. പായൊക്കെ എടുത്തിട്ട് അടിപൊളിയായിരുന്നു. ചെറുപഴനി ശ്രീ സുബ്രഹ്മണ്യം ഈ വഴി കൂടെ കേട്ടോ വന്നത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് സർപ്രൈസായിട്ട് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകണം. കുഞ്ഞമ്മക്ക് പാടിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം മഞ്ഞാണ് പാടി. അപ്പോൾ വഴി ഇതാണ്, കാർ വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട്. പോണവർ സാരി ഇവിടെ ഈ സാരി കണ്ട വർഷങ്ങൾ മുമ്പ് ഇവിടെ വെച്ചിരുന്ന സാരി കണ്ട, അതിപ്പോഴത്തേ മറയായിട്ട് വെച്ചിരിക്കുന്നതൊക്കെ വൈഫിൻ്റെ സാരിയാണിത്. ഇതേ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് നമ്മ വന്നത്. കുഞ്ഞമ്മയുടെ മൂത്ത മോള് മറക്കണാണ്. ആ സാരിയാണ് ഈ സാരി. ഈ സാരിയാണ് ഇപ്പോൾ ഇവിടെ കിടക്കണത് വർഷം. ഇതൊരു പെങ്ങളെ വീടാണ്. പഞ്ചായത്തിലൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ വീടൊക്കെ നമ്മുടെ ഇവിടെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇത് ഓലപ്പര, എത്ര വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ കാണണം. വൈഫ് ഓലപ്പരാന്ന് കേട്ടപ്പോൾ ഓടി വന്നേക്കണേ കേട്ടോ അന്ന് കാണാൻ വേണ്ടി. ഇപ്പം പുള്ളിക്കാരത്തെ ഓലപ്പരയിലാണ് കാണിച്ചിരിക്കണത്. കുറച്ച് വാർത്തിട്ടുണ്ടല്ലേ, ഇവിടെ വാർത്തിട്ടുണ്ടല്ലോ ചെറുതിൽ. ചെറുത് വാർത്തിട്ടുണ്ട്, കൊള്ളാം. വാ, പട്ടി കഷണത്തിലാണോ നമ്മളൊക്കെ ഓലപ്പരെല്ലാം താമസിച്ചിട്ടാ. വാട്ടർമില്ല നിൽക്കണോണ്ടാ, അത് റേഷൻ ബോട്ട്, അത് പൊട്ടിക്കാൻ വേണ്ടി. കൊള്ളാല്ലേ, മരുത്തി കയറേണ്ട ആവശ്യം വന്നില്ല, കയ്യിൽ നിന്നും പൊട്ടിക്കണേ. അടിപൊളി, ഒട്ടിച്ച്. ഇത് പഴുത്തിട്ടുണ്ടാന്ന് നോക്കണേ. നാട്ടുമ്പുറത്ത് വന്ന സാധനമുണ്ട്, ഏറ്റവും കുറവില്ലാത്ത എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധനം. എന്താണ് കുടംപുളി, എന്താ ഫ്രഷ് സാധനം കിട്ടും. ഉണക്കാൻ വെച്ചിരിക്കണ, ഉണക്കിഞ്ഞത് പുകക്കണമല്ല, അതിനുള്ള പരിപാടിയില്ല. എല്ലാ വീട്ടിലും ഉണ്ടോ ഒട്ട കുഞ്ഞുങ്ങളല്ലേ? കോഴിക്കുഞ്ഞല്ലേ? കോഴിക്കുഞ്ഞാണെന്നറിയില്ല. ഇതാണ് നമ്മുടെ പായൊക്കെ ശരി, പായ നെയ്യണത് ഇതൊക്കെയാണ്. ഇത് ഈ സാധനം ഉണങ്ങിയിട്ട് ഇതിനെന്താ കഴുത എന്നാ പറയട്ടെ അതിന്. ഇതെല്ലാം അത് തന്നെയാണ്. കൈതപ്പൂവിൻ ആ ഒരു പാട്ടല്ലേ, അടിപൊളി. ഇവിടെ കുറേ കറുത്ത കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ. കോഴിക്കുഞ്ഞുങ്ങളെന്നറിയില്ല. ചേട്ടൻ കള്ളത്തിന് നോക്കിയേ, ആടാ സൗണ്ട് കേട്ടിട്ട് വന്നാണ് മോളിക്ക് മരം കൊത്തിയാന്ന് ചോദിച്ചു. പക്ഷേ അതെ, വൈഫ് ചോദിച്ചു മരം കൊത്തിയാന്ന്. മരം കൊത്തിയല്ല, കള്ളത്തിനെ കാണും. കരിക്കോട്ടാൻ പോണ വെളിച്ചപ്പാടുള്ളിയാണോ കരിക്കോട്ടാൻ പോണത്? ഞാൻ വിചാരിച്ചു വെളിച്ചപ്പാടുള്ളിയതാണ്. ഒരു കരിക്ക് കിട്ടിയിട്ട് 1 മണിക്കൂറായി. 1 മണിക്കൂറല്ല, 2 മണിക്കൂറായി കരിക്ക് കിട്ടി തരാൻ. കരിക്ക് പറഞ്ഞിട്ട് 2 മണിക്കൂറായി തന്നത്. ഇപ്പോഴും ഇവിടുത്തെ പൂച്ചകളെല്ലാം കാർബൺ കോപ്പികളാണ് കേട്ടോ, എല്ലാം ഒരുപോലെ ഇരിക്കും. നല്ലതായിട്ടുണ്ട്. ആദ്യ പേരക്ക എന്നടാ അവന്റെ കഴിഞ്ഞു. അടുത്താള് അവിടെ നോക്കട്ടെ, പറയണ്ടേ. കൂട്ടാൻ്റെ വീട്ടിൽ പോകണം. അന്നൊരു നമുക്ക് എലീനൊക്കെ കണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തില്ലേ, അവൻ്റെ വീട്ടിൽ പോണേണ്ട കളിക്കൂട്ടുകാരന്മാരാണ് അതൊക്കെ. കുറച്ച് പേരുണ്ട് കൂട്ടുകാരന്മാർ. അപ്പം എൻ്റെ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ കൂടിമുട്ടം എന്ന സ്ഥലത്താണ് കേട്ടോ. ഓക്കെ, കൂടിമുട്ടം. അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ ചെയ്യണത്. നമ്മൾ ഫോട്ടോ വെച്ചൊക്കെ കറക്കാൻ വേണ്ടി വന്നില്ലേ, അവരെ വീടാണ്. പഴയ ആർക്കാൻ സാധനം കിട്ടിയത് എത്ര ഉണ്ട്, എത്ര അടിയുണ്ട്. ഇത് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? പിന്നെ തിന്നണോ ഉപ്പിലാക്കണോ അല്ലെ? അങ്ങനെ ഉപ്പ്, വെളിച്ചെണ്ണ, മുളക്, കുരുമുളകാ ഉള്ളിലത്തെ സാധനമല്ലേ തിന്നുള്ളൂ. ഫ്ലഷ്. ഞാൻ വേറെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും നിന്നുണ്ടാ ഇതേ ഉണക്കാൻ വെച്ചിക്കണേ കാണാൻ കണ്ട. പിന്നെ അതെ ഉണങ്ങിയത് കാണിച്ചതേ, ഇതേക്കേ
ദേ ഉണങ്ങിയത് കണ്ട. ഞാൻ താമസിച്ച വീടുണ്ട് തറവാട്, അത് കാണാൻ വേണ്ടി ഇവരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. പക്ഷേ അത് 2 നില വീട്, തറവാടൊക്കെ നേരത്തെ വിറ്റ് കൊടുത്തു. അത് ഓലപ്പുരയായിരുന്നേ, വർഷങ്ങളായില്ലേ, 2 നില വീടൊക്കെ ആയി. ആരൊക്കെ താമസിക്കണം. ഈ പൂവേണ്ട ഇതാണ് ഈ ചെമ്പകോട്ടാ, നല്ല മണമായിരിക്കും, നല്ല മണമാണ് ഈ സാധനം. എൻ്റെ മരുവാണ് ഇത് കാണണം, ചെമ്പകം. പഴയ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാകും നിങ്ങൾക്ക്, പമ്പരം. കറക്കി നോക്കാം, കറങ്ങുമെന്നറിയില്ല. അപ്പോൾ അതെ ഇത് ഇങ്ങനെ കറക്കി കറങ്ങുമെന്നും അറിയില്ല, നോക്കട്ടെ. ഇതിങ്ങനെ പിടിക്കാനുണ്ട്. അതെ കറക്കാൻ പോണ കേട്ടോ, നോക്കാം. ഇനി കറക്കണോടത്ത് കൊണ്ട് കറങ്ങി കാണുമ്പോൾ നടക്കണ്ട ഇവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണിച്ചാലേ. ഊഞ്ഞാൽ ബീച്ചിൽ വന്നിട്ട് ഊഞ്ഞാലാടണ കടലാണ്ട ഞാട്ടണ്ട ഞാൻ പോകും. വളരെ രസം. ഊഞ്ഞാൽ ബീച്ച് എന്നുണ്ട് സ്ഥലത്തിൻ്റെ പേര്, കൊടുങ്ങല്ലൂരുള്ളതാണ്. യൂട്യൂബിൽ അടിച്ചു വാങ്ങിക്കാൻ അത് കിട്ടും. അടുത്ത ആളാടാൻ പോണേ കേട്ടാ. ബീച്ചിൽ പോന്നിട്ടില്ല. സണ്ണ് കാണാൻ വേണ്ടി ഇരിക്കണേ കേട്ടാ. ഒരാളിരിക്കണ നോക്കി, സണ്ണ് കാണാൻ വേണ്ടി ഇരിക്കണാണ്. പോരോ സണ്ണ് പോരോ? അവരൊക്കെ ദേ അവിടെ കളിക്കണ. മോളും ഉണ്ട് കേട്ടോ കൂടെ, ഇത്തയുണ്ട്, പിന്നെ ഒരു പെങ്ങളാണ്. അത് പെങ്ങളെ മക്കളാണ് ഒരാൾ വേറെ. സണ്ണ് ദേ വരുന്നുണ്ട്. അടിപൊളി, ഭയങ്കര തരാല്ലേ, നല്ല തരായിരുന്നു കേട്ടോ. ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കൊള്ളാം. പക്ഷേ എന്തോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത് മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും വലിയതായിട്ട്. ഓക്കെ ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നാട്ടുവിശേഷമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ ബായ്.